കിടിലം ഫോണുകളാണ് അടുത്ത മാസം വരാൻ പോകുന്നതൊക്കെ അടിപൊളി ഫോണുകളാണ്. സോ അതുകൊണ്ട് തന്നെ തിരക്ക് പിടിച്ചാലും ഫോണുകൾ ഇപ്പോൾ തീർച്ചയായിട്ടും വാങ്ങിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. കാരണം ഏതൊക്കെയാണ് വരാൻ പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു 5-6 ലോഞ്ചുകൾ കൺഫേം ആണ്. സാംസങ്ങിൻ്റെയൊക്കെ 6-7 ഫോണാണ് ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അടുത്ത മാസം. സോ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കണ്ടിരിക്കുക ഏതെങ്കിലും ഫോൺ വാങ്ങിക്കാനുള്ള ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ. സോ അപ്പോൾ ആദ്യം തന്നെ സമയം ഒട്ടും കളയേണ്ട, ഡേറ്റ് വൈസ് തന്നെ പറയാം. കൺഫേം ആയ ലോഞ്ചുകൾ ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് സാധ്യതയുള്ളത് അവസാനം പറയാം. അത് 2-3 ഉള്ളൂ, ബാക്കി എല്ലാം കൺഫേമാണ്. സോ അപ്പോൾ ആദ്യത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആൾക്കാർ കാത്തിരിക്കുന്ന ഒരു ലോഞ്ച് എന്ന് പറയുന്നത് Xiaomi 15 Ultra എന്ന ഫോണാണ്, അല്ലെങ്കിൽ Xiaomi 15 സീരീസ് ആണ്. ഇത് വന്നിട്ട് 2-ാം തീയതിയാണ് ഗ്ലോബൽ ലോഞ്ച്. നമ്മുടെ ഇന്ത്യൻ ആമസോൺ സൈറ്റിലും ഇതിൻ്റെ സംഭവം കാണിക്കുന്നുണ്ട്. ലോഞ്ച് 2-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലോബൽ ലോഞ്ച് എന്നാണ് കാണിക്കുന്നത്. ഒരു പക്ഷേ സെപ്പറേറ്റ് ഇന്ത്യ ലോഞ്ച് കാണില്ല, പകരം അത് ഇന്ത്യയിൽ അവൈലബിൾ ആവും, ലിമിറ്റഡ് സ്റ്റോക്ക് ആയിരിക്കും എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സോ 2-ാം തീയതിയാണ് Xiaomi 15 സീരീസിൻ്റെ ഇന്ത്യ ലോഞ്ച് അല്ലെങ്കിൽ ഗ്ലോബൽ ലോഞ്ച് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ എങ്ങനെയാണ് അവൈലബിലിറ്റി എന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയുന്ന വഴിക്ക് ഞാൻ ഷെയർ ചെയ്യാം. Xiaomi 15 Ultra 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ പ്ലസ് ഒരു 200 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ, മൊത്തത്തിൽ 4 ക്യാമറ റിയർ സൈഡിൽ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത്. ഗംഭീര ക്യാമറ ഫോൺ, ഇതാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒപ്പം തന്നെ ഡിസൈനും നിങ്ങൾക്ക് ഇവിടെ കാണാം, മനോഹരമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സംഗതി എന്തായാലും വരട്ടെ. 2-ാം തീയതിയാണ് ഡേറ്റ്, മറക്കണ്ട. 6:30 ലോഞ്ച് കാണണം എന്നുള്ളവർ ടൈം മാർക്ക് ചെയ്ത് വെച്ചു. ഇനി അടുത്തതായിട്ട് ഏറ്റവും അധികം ആൾക്കാർ ഇൻട്രസ്റ്റിംഗോടെ കാത്തിരിക്കുന്ന, എക്സൈറ്റ്മെൻറ്റോടെ കാത്തിരിക്കുന്ന ഒരു ഫോണാണ്, അല്ലെങ്കിൽ ഒരു ഫോൺ സീരീസാണ് നത്തിങ് ഫോൺ 3A സീരീസ്. 2 ഫോൺ ഇവിടെ ടേബിളിൽ ഇരിപ്പുണ്ട്, പക്ഷേ ഇപ്പോൾ കാണിച്ചു തരാൻ നിവൃത്തിയില്ല. അതിന് ചില എംബാർഗോ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ ആ ഒരു ഡേറ്റിൽ 4-ാം തീയതിയാണ് ലോഞ്ച് ഡേറ്റ് വരുന്നത്. ഫോണിൻ്റെ ഡിസൈൻ നിങ്ങളുടെ സ്ക്രീനിൽ കാണാട്ടോ, ഒഫീഷ്യലി റിവീൽ ചെയ്ത് കഴിഞ്ഞു അവർ. ഇത് തന്നെയാണ് ഡിസൈൻ, ഇതിന് കൺഫ്യൂഷനൊന്നുമില്ല. ഫോണുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഡീറ്റെയിൽഡ് വീഡിയോ വരും. 4-ാം തീയതിയാണ് ലോഞ്ച്. അന്ന് നമ്മുടെ 2 ഫോണിനും കൂടിയുള്ള ഡെഡിക്കേറ്റഡ് വീഡിയോ വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോളൂ. ഡീറ്റെയിൽ വീഡിയോ വരുന്നുണ്ട്. സംഭവം 2ഉം നല്ല ഫോണുകളാണ്. 50 മെഗാപിക്സലിൻ്റെ പെരിസ്കോപ്പിക് ക്യാമറ സെറ്റപ്പ് ഉണ്ട് ഇതിൻ്റെ പ്രോ വേരിയൻറ്റിൽ. ടെലിഫോട്ടോ ലെൻസാണ് നമ്മുടെ 3A എന്ന് പറയുന്ന ആ കുറഞ്ഞ വേരിയൻറ്റിൽ വരുന്നത്. 2ആയാലും ഇൻട്രസ്റ്റിംഗ് ആയ ഫോണുകളാണ്. നല്ല ക്യാമറ സെറ്റപ്പ്, നല്ല സാമ്പിൾസ് ഒക്കെയാണ് കിട്ടിയത്. പറയാനാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. 7S Gen 3 പ്രോസറൊക്കെയാണ്, നല്ല പെർഫോമൻസ് ഉണ്ട്. BGMI കളിച്ച് നോക്കി ഹീറ്റിംഗ് ഇഷ്യൂ വരുന്നില്ല. ബാറ്ററി കാര്യങ്ങൾ എല്ലാം സെറ്റാണ്. നത്തിങ് ഫോണുകൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഡേറ്റ് മാർക്ക് ചെയ്യാൻ മറക്കണ്ട, 4-ാം തീയതിയാണ്. ഇനി അടുത്തതായിട്ടുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ആൾക്കാർ കാത്തിരിക്കുന്ന ഫോൺ, ഇത് എല്ലാവരും തന്നെയാണല്ലോ പറയുന്നത് വെച്ചാൽ അങ്ങനെയാണ്. ഈ ഒരു ഫോണും വന്നിട്ട് ഗെയിം കളിക്കുന്ന സകലരും 30,000 താഴെ ബെസ്റ്റ് ഫോൺ വരുന്നു പറഞ്ഞിട്ട് കാത്തിരിക്കുന്നതാണ് iQOO Neo 10R. ഈ ഫോൺ നമ്മുടെ കയ്യിലുണ്ട്, അത് കാണിക്കാം. അതായത് ഇതാണ് Neo 10R. ഇതിൻ്റെ 2ൻ്റെയും കളറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. 2 കളറുണ്ട്, അത് 2 ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ അവിടെ പ്രിവിനൈറ്റിന് പോയിട്ടുണ്ടായിരുന്നു ഒരു ഡൽഹിയിൽ. അപ്പോൾ 2 ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിരുന്നു. അതിന് ഇത് ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോന്നു. മറ്റേ ടൈറ്റാനിയം ഒരുപാട് കണ്ടതല്ലേ, അതുകൊണ്ട് ഒരു വ്യത്യസ്തമായ കളർ ആയിക്കോട്ടെ വെച്ച് ഇത് കൈ പിടിച്ചു. സംഗതി എങ്ങനെയുണ്ട് ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8S Gen 3 പ്രോസസ്സറാണ്. നല്ല 1.5K വരുന്ന 144 ഹെർട്സിൻ്റെ AMOLED ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. അതേപോലെ ബാറ്ററി 6400 mAh ഉണ്ട്, 80 വാട്ടിൻ്റെ ചാർജിങ് ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി അറിയാം. എന്നാലും ഇതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പീരിയൻസ് വന്നിട്ട് നമ്മൾ 11-ാം തീയതി ആയിരിക്കും ഇതിൻ്റെ വീഡിയോ വരെ. ലോഞ്ച് അന്നാണ്. അപ്പോൾ അന്ന് ഡേറ്റ് മാർക്ക് ചെയ്യാൻ മറക്കണ്ട. ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ അണ്ടർ 30K നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഇതായിരിക്കും ആ പറഞ്ഞ വൺ ഓഫ് ദി ബെസ്റ്റ് ഐറ്റം. ഒരു ഡൗട്ടും വേണ്ട കാര്യത്തിൽ. നല്ല കൂളിംഗ് സെറ്റപ്പ് ഒക്കെ ആയിട്ട്, ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. നൈസാണ്. വെയിറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെച്ചോ, വീഡിയോ വരുന്നുണ്ട്. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ലോഞ്ച് എന്ന് പറയുന്നത് ഒരു 10,000-12,000 റേഞ്ചിലൊക്കെ നിങ്ങൾ നല്ലൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ വിവോയുടെ T4X T സീരീസ് നല്ല സീരീസ് ഉണ്ടോ, പെർഫോമൻസ് ഓറിയൻറ്റഡ് ഫോണുകളാണ്. അതായത് സാധാരണ വിവോ ക്യാമറയ്ക്ക് വേണ്ടി ഇറക്കിയിട്ട് പെർഫോമൻസ് പോരാത്ത രീതിയിൽ കൊണ്ടുവരുന്ന സംഭവമല്ല. T സീരീസ് അടിപൊളിയാണ്. സോ ആ ഒരു റേഞ്ചിൽ 10-12 റേഞ്ചിലൊക്കെ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ഒക്കെയാണ് ഉണ്ടാവുക. Dimensity 7300 നല്ല പെർഫോമൻസ് ഉള്ള പ്രോസറാണ്. അതിൻ്റെ ഒപ്പം തന്നെ 6GB റാം അടക്കമുള്ള സെറ്റപ്പ്, 6500 mAh ബാറ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ടോട്ടലി നല്ലൊരു ഫോണായിരിക്കും ആ റേഞ്ചിൽ T4X. ഡേറ്റ് കൃത്യമായിട്ട് നമുക്കറിയില്ല, വരുന്നുണ്ട് ഈ മാർച്ചിൽ തന്നെയാണ്. ആദ്യ വീക്കിലോ അല്ലെങ്കിൽ 2ാമത്തെ വീക്കിലോ ആയിട്ട് തീർച്ചയായിട്ടും ലോഞ്ച് ഉണ്ട്. അവർ ഒഫീഷ്യലി അതിൻ്റെ ടീസറും കാര്യങ്ങളും തന്നോ, അതിൻ്റെ ഇമേജുകളാണ് ഇവിടെ കാണുന്നത്. സോ 12-20 റേഞ്ചിലൊക്കെ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്തോളൂ, ഇതും വരുന്നുണ്ടായിരുന്നു. ഇനി അടുത്തത് സാംസങ് ഫാൻസ് ഉണ്ടെങ്കിൽ പൊന്നോക്കളെ 1-2 അല്ല 5-6 ഫോണുകൾ ഒരുമിച്ച് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവർ ഉദ്ദേശിക്കുന്നത് ഒരു പിടിയില്ല. M16 F16 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ആയിട്ട് ഈ ഫോണുകൾ ഇവർ മാറ്റി ഇറക്കാൻ പോകുന്നുണ്ട്. ഒരെണ്ണം അതിൻ്റെ ഒരു ഇമേജാണ് ഇതായി കാണുന്നത്. അതൊക്കെ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. എന്തായാലും നല്ലതായിരിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി A സീരീസ്, അവരുടെ ടോപ്പ് സെല്ലിംഗ് സീരീസാണ് A സീരീസ് ഫോണുകൾ. അതിൽ A26, 36, 56 എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇറക്കുന്നുണ്ട്. സോ 56 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം 5 ഹോൾ ക്യാമറ സെറ്റപ്പും ഈ സ്ക്രീനിൽ കാണുന്ന തരത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. എക്സിനോസ് പ്രോസറാണ് ഈ 56 വരിക എന്നാണ് പറയുന്നത്. പക്ഷേ കുറഞ്ഞ മോഡലുകളിൽ സ്നാപ്ഡ്രാഗൺ പ്രോസർ ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ 5000 mAh ബാറ്ററി, 50 MP ക്യാമറ. ചിലർ പറയുന്നു ആൻഡ്രോയിഡ് 14-ലായിരിക്കും എന്ന്. 14-ലായിരിക്കുമോ? 15-ലായിരിക്കാൻ സാധ്യതയുണ്ടല്ലേ. 4-5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് ഒക്കെ തന്നുകൊണ്ട് അവർ നന്നാക്കാറാണ് പതിവ് ഈ ഒരു സീരീസ്. നോക്കാം.
പക്ഷേ വില ഇച്ചിരി കൂടുതലായിരിക്കും എ സീരീസിന് എപ്പോഴും. അതുകൊണ്ട് വാല്യൂ ഫോർ മണി എന്നുള്ളത് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യും, നമ്മളെന്തായാലും ചെയ്യും, അത് കണ്ടു നോക്കുക. കാരണം അത് ഏറ്റവും ടോപ്പ് സെല്ലിംഗ് സീരീസാണ്. ഒരുപാട് പേര് ആവശ്യക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാർ എടുക്കുന്നുണ്ട്. സോ പക്ക വാല്യൂ ഫോർ മണി നോക്കി ചിന്തിച്ചുകൊണ്ട് എടുക്കേണ്ട, ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാവുന്ന, ഏത് രീതിയിലും ഏത് ഷോപ്പിൽ പോയാലും കിട്ടാവുന്ന തരത്തിലുള്ള ഒരു എ സീരീസ് ഫോൺ, ഒരു സാംസങ് ഫോൺ എന്ന രീതി നോക്കിയാൽ ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. മനസ്സിലാക്കിയിട്ട് താല്പര്യമായെങ്കിൽ മാത്രം എടുത്താൽ മതി. സംഭവം വരുന്നുണ്ട്, വീഡിയോ നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും വരും. സോ അപ്പോൾ ഈ പറഞ്ഞതെല്ലാം കൺഫേം ആയിട്ടുള്ള ലോഞ്ചുകളാണ്, എല്ലാം അടിപൊളിയാണ്. സോ ഇതിനൊക്കെ വേണ്ടി തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യുന്നതാവും ബുദ്ധി. തിരക്ക് പിടിച്ചാലും ഫോണുകളൊന്നും എടുക്കാൻ നിൽക്കേണ്ട, വെയിറ്റ് ചെയ്ത് തന്നെ എടുക്കുക. ഇനി ഇത് കൂടാതെ ഈ പറഞ്ഞ സംഭവങ്ങളുടെയൊക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ വരും കേട്ടോ. ഇനിയുള്ളത് അടുത്തെന്ന് പറയുന്നത് 2-3 എണ്ണം ഉള്ളത് അത്ര കൺഫേം അല്ല, പക്ഷേ എന്നാലും അടുത്ത മാസത്തിൽ വരാൻ സാധ്യതയുള്ള ലോഞ്ചുകളാണ്. റിയൽമി GT70 അല്ലെങ്കിൽ റിയൽമി നിയോ 7 SE എന്നൊക്കെ പറഞ്ഞിട്ട് ചൈനയിൽ ഇറങ്ങിക്കുന്ന ഫോണാണ്. അതിനിവിടെ GT70 എന്ന് പറഞ്ഞ ഒരു കൊണ്ടുവരുമെന്ന് പറയുന്നു. കഴിഞ്ഞ മാസം പറഞ്ഞു കേട്ടതാണ്, വന്നില്ല. ഈ മാസം വരുമെന്നുള്ള റൂമറുകളുണ്ട്. ഒഫീഷ്യലായിട്ടുള്ള ഒരു സംഭവം എനിക്ക് കിട്ടിയിട്ടില്ല, ഒരു ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. സോ നിങ്ങൾക്ക് റിയൽമിയുടെ ഒരു ഗെയിമിംഗ് ഫോണൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. നല്ല ഐറ്റമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ. ഡയമൻസിറ്റി 8400 മാക്സ് എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ് ഇരിക്കുന്നത്. 120 AMOLED ഡിസ്പ്ലേ ഉണ്ട്, 7000 mAh ബാറ്ററി. ചൈനയിലായതുകൊണ്ട് 7000 mAh ബാറ്ററി ഉണ്ട്. ഇവിടെ വരുമ്പോൾ ചിലപ്പോൾ കുറയും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്, ടോപ്പ് ലെവൽ സംഭവമാണ്. GT സീരീസ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് റിയൽമി ഫോണിന് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിക്കോളൂ, ചിലപ്പോൾ ലോഞ്ച് ആവാൻ സാധ്യത. ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഗതി ഞാനും കാത്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. കൺഫേം അല്ല, പക്ഷേ അടുത്ത മാസം വരുമെന്ന് കേൾക്കുന്നുണ്ട്. S25 Edge, ആ ഒരു സ്ലിമ്മായ 5.8mm അത്രയും കണ്ട് വളരെ സ്ലിമ്മായ സാംസങ്ങിൻ്റെ S25 സീരീസിലെ ഒരു ഫോൺ. ടോപ്പ് സാധനമാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ തന്നെ വളരെ സ്ലിമ്മായ ഫോണുകൾ നോക്കുന്നവർക്ക് ഉപകാരപ്പെടും. സോ വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, വരട്ടെ, ചിലപ്പോൾ വരും, ഉറപ്പില്ല. പിന്നെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയ ലോഞ്ച്, ഒരുപാട് പേർക്ക് താല്പര്യം ഉണ്ടാവാൻ സാധ്യതയുള്ളത് Pixel 9a എന്ന് പറയുന്ന പിക്സൽ ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് Pixel 9a ലോഞ്ച് ആവുന്നുണ്ട്. 6.1 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്, 4500 mAh ബാറ്ററിയാണ്, Tensor G4 പ്രോസസ്സറാണ്. വലിയ സംഭവങ്ങളൊന്നുമില്ല, ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല, അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ആയിട്ട് Pixel 9a വരുന്നുണ്ട്. ഈ സീരീസ് നിങ്ങൾ എടുക്കാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 19-ാം തീയതിയാണ് ലോഞ്ച് എന്നാണ് അറിയുന്നത്. അത് കൺഫേം അല്ല, ഒഫീഷ്യലി കൺഫേം ആയിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. വരുന്നുണ്ട്, എന്തായാലും ഈ മാസം വരുമെന്നാണ് അറിയുന്നത്. Pixel 9 ഫോൾഡ് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫോൾഡിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നത്, കുറച്ച് നാളെ കയ്യിലിരിക്കുന്നു. അധികം ആരും അങ്ങനെ ചോദിച്ചേ ഇല്ല. കമൻറ്റിലൊക്കെ സാധാരണ നമുക്കിങ്ങനെ ഇത്തിരി ലേറ്റ് ആയാലും ആരെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് ചെയ്യാൻ. ആരും ചോദിച്ച് കണ്ടില്ല. നിങ്ങൾക്ക് Pixel ഫോൾഡിൻ്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, അടുത്ത ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിക്കാം. Pixel ഫോൾഡ് കയ്യിൽ ഇരിക്കുന്നുണ്ട് 9a. അപ്പോൾ നമ്മൾ അതാണ് പറഞ്ഞു വന്നത്, 19-ാം തീയതിയാണ് ലോഞ്ച് എന്നാണ് അറിയുന്നത്. ഒന്ന് മാർക്ക് ചെയ്തോളൂ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് OnePlus 13 mini. കുറച്ച് ദിവസമായി ഞാൻ പറയുന്നത്, ടെക് ന്യൂസുകൾ കാണുന്നവർക്ക് അറിയാം, ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ചൈനയിൽ ഈ മാസം അവസാനം ലോഞ്ച് ആവും, അടുത്ത മാസം മിക്കവാറും ഇന്ത്യയിൽ വരുമെന്ന് കേൾക്കുന്നുണ്ട്. അതേപോലെ Oppo Find X8 mini അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതിൻ്റെ Oppo വെർഷനും വരുന്നുണ്ട്. സോ മിനി ഫോണുകൾ ധാരാളമായിട്ട് വരുന്നു, ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഇത്രയുമാണ് അപ്കമിങ് ഫോൺസ് എന്ന് പറയുന്നത്. അടുത്ത മാസം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് നല്ല നല്ല ഫോണുകളൊക്കെ ഇഷ്ടം പോലെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. തിരക്ക് പിടിക്കാതെ വെയിറ്റ് ചെയ്ത് നോക്കി റിവ്യൂസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്യാം. സോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം.